ഇനി കേരളത്തിലേക്ക് എത്തിയാൽ അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തെച്ചുള്ള പരസ്യ പ്രകടനങ്ങൾ വിലക്കിയ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ മുന്നറിയിപ്പ് മറികടന്ന് VD സതീശനായി തെരുവിലിറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. രണ്ടാം ദിവസവും സംസ്ഥാന വ്യാപകമായി പ്രവർത്തകർ കൂട്ടത്തോടെ തെരുവിലിറങ്ങുകയായിരുന്നു. അതേസമയം ചർച്ചകൾക്കായി രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫും ഡൽഹിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. തീരുമാനം ഹൈക്കമാൻഡിന്റേതാണെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഡൽഹിയിലേക്ക് എത്തണമെന്ന് ആവശ്യപ്പെട്ടു. അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഡൽഹിയിലേക്ക് പോകുന്നത്. ഒബ്സർവേഴ്സ് റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതിനുശേഷമുള്ള ചർച്ചകൾക്കായിരിക്കും അവർ വിളിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും ആ ചർച്ചകൾക്ക് ശേഷം കോൺഗ്രസ് ഹൈക്കമാൻഡ്, കോൺഗ്രസ് പ്രസിഡന്റും ശ്രീ രാഹുൽ ഗാന്ധിയും കൂടി കേരളത്തിലെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡറെ പ്രഖ്യാപിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. അരവിന്ദന്, ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ച അതിന് ഡൽഹിയിലാണ് നടക്കുക. അവിടെയാണ് നാളത്തെ നിർണായക ചർച്ചകൾ നടക്കുക. പക്ഷേ കേരളത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ, പരസ്യ പ്രകടനങ്ങൾ, അതിലൊന്നും ഹൈക്കമാൻഡിന് ഒട്ടും തൃപ്തിയില്ല എന്ന വാർത്തയും പുറത്തു വന്നു. എന്തായിരിക്കും അവിടുത്തെ നീക്കങ്ങൾ? ഇത്തരത്തിൽ പരസ്യ പ്രകടനത്തിന് KPCC വിലക്ക് ഏർപ്പെടുത്തിയിട്ടും നേതാക്കളടക്കം തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. ശക്തമായ അതൃപ്തിയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി തന്നെ ഇക്കാര്യം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി സംസാരിച്ചിരുന്നു. അതോടുകൂടി തന്നെയാണ് വലിയൊരു ഇടപെടൽ ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇത്തരത്തിൽ അച്ചടക്ക നടപടി എടുക്കണം, അല്ലെങ്കിൽ നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടി എടുക്കണമെന്നതാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് KPCCക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ നടപടികളുമായി മുന്നോട്ട് പോകുവാനും KPCC ഇപ്പോൾ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം KPCC നൽകിയ നിർദ്ദേശങ്ങൾ അപ്പാടെ ലംഘിക്കുന്ന നീക്കങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. കാരണം മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഡൽഹിയിൽ നടക്കുന്ന ഒരു വേള മാത്രമാണ്. ഇതാരെയും ഇപ്പോൾ മുഖ്യമന്ത്രിയായി തീരുമാനിച്ചിട്ടില്ല. ഇപ്പോഴേ നേതാക്കൾ ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ നടത്തിയാൽ അത് കോൺഗ്രസിന് തല്ലിയ വലിയ രീതിയിൽ അപമാനിക്കുന്ന തരത്തിലേക്ക് പോകും എന്നതാണ് നിലവിൽ ഹൈക്കമാൻഡ് വിലയിരുത്തുന്നത്. എന്തായാലും ശക്തമായ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. തെരുവിലേക്ക് ഇറങ്ങി ഇത്തരത്തിൽ വിലക്ക് മറികടന്നുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുന്ന നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നതാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. PR അരവിന്ദാണ് ഡൽഹിയിൽ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.